നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുക പതിവായിട്ടുള്ള സംഭവമാണ്. എന്നാലിപ്പോൾ BJP ചൊല്ലി കോൺഗ്രസും LDFും അതുപോലെ തന്നെ ചെളിവാരി വിതറുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലുണ്ടായ CAA സംഭവവുമായി ബന്ധപ്പെട്ട് വരെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. പ്രതിപക്ഷം മൗനം പാലിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതും അദ്ദേഹത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും മാത്രമല്ല, മകളുമായി ബന്ധപ്പെട്ട വിഷയവും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് 7 മാസമായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നതെന്നാണ് VD സതീശൻ്റെ അടുത്ത ചോദ്യം. എറണാകുളത്ത് വെച്ച് UDF കൺവെൻഷൻ നടക്കുന്നതിനിടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം LDF കൺവീനർ EP ജയരാജന് കേന്ദ്രമന്ത്രിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബിസിനസ് പാർട്ണറെ തള്ളിപ്പറയാൻ ജയരാജൻ തയ്യാറാവില്ല എന്നാണ് സതീശന്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ BJP നിലനിർത്തിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെയാണെന്നാണ് ജയരാജൻ പരാമർശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിൽ മികച്ചൊരു മത്സരം തന്നെ ആകില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു തരത്തിലും BJP ഒരു എതിരാളിയല്ല എന്നാണ് പ്രതികരിച്ചത്. ഇതിൽ നിന്ന് തന്നെ വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നത്. കേരളത്തിൽ BJPയുടെ B ടീം ക്യാപ്റ്റനായാണ് EP ജയരാജൻ മാറിയതെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തുന്നത്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് EP ജയരാജൻ പറയുന്നു. അത്രയും സ്ഥലങ്ങളിൽ LDF 3ാം സ്ഥാനത്ത് വരുമെന്നാണ് അർത്ഥം. EP ക്യാപ്റ്റനായ BJP B ടീമിൻ്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായിയും മോദിയും അണ്ണനും തമ്പിയുമാണെന്നും ഇരുവരും ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ലാവ്ലിൻ കേസാകട്ടെ 38 തവണയാണ് മാറ്റിവെച്ചത്. 1-2 തവണയല്ല, 38 തവണ. ഇനി ലൈഫ് മിഷൻ കേസിൽ ചെയർമാനായ മുഖ്യമന്ത്രിയിൽ നിന്നും ഒരിക്കൽ പോലും മൊഴിയെടുക്കാനായി അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. ഇതൊക്കെ തന്നെ പല രീതിയിലുള്ള ബാന്ധവം തന്നെയാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വാക്കുകൾ ഇങ്ങനെയാണ്: NDA കൺവീനർ എന്നാണോ LDF കൺവീനർ എന്നാണോ EP ജയരാജനെ കുറിച്ച് താൻ പറയേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. കേരളത്തിൽ സംഘപരിവാർ ശക്തികളുടെ B ടീം ക്യാപ്റ്റനായി EP പെരുമാറുന്നു. കേരളത്തിലെ CPM എവിടേക്കാണ് പോകുന്നത്? BJP നിർത്തിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് വന്ന് പറയുന്നത് LDF കൺവീനറാണ്. തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലിൽ, തൃശ്ശൂരിൽ, കോഴിക്കോട്ട് മിക്കയിടങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നുവെന്ന് ജയരാജൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയോട് വളരെയധികം താല്പര്യം, പ്രത്യേകമായൊരു മമതയുണ്ട് അദ്ദേഹത്തിന്. തങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ തന്നെ BJP കേന്ദ്ര നേതൃത്വവുമായി അന്തർധാര മാത്രമല്ല, അവരുമായി ബിസിനസ് പാർട്ണർഷിപ്പും തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ LDF കൺവീനർ EP ജയരാജനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പാർട്ണർഷിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലാണിത്. കേരളത്തിലെ BJP നേതാക്കന്മാരും CPM നേതാക്കളും ബിസിനസ് ബന്ധം കൂടി ആരംഭിച്ചു. ഇവർ തമ്മിൽ അന്തർധാരയും ധാരണയും അത് നേരത്തെ തന്നെ വെച്ച് പുലർത്തുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. RSSന്റെ പത്രമാണ് ഓർഗനൈസർ. അതിൻ്റെ ചുമതലയുള്ള നേതാവായിരുന്നു ബാലശങ്കർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ CPMവുമായി ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ്. ആർക്കും അത് നിഷേധിക്കാനും കഴിയില്ല എന്നുള്ളത് വാസ്തവം. ഒരു രാഷ്ട്രീയ ആരോപണമായി അതിനെ വളച്ചൊടിക്കാനും കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ബാലശങ്കറെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നതായി ബാലശങ്കർ തന്നെ പറഞ്ഞു. ആ ബന്ധം അതിപ്പോഴും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബിസിനസ് പാർട്ട്ണർഷിപ്പിലും അതെത്തി നിൽക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആള് ഡീസൻ്റാണ് ജയരാജൻ. കാരണം സ്വന്തം പാർട്ണറെ തള്ളിപ്പറയാൻ കഴിയില്ല. സ്വന്തം പാർട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കണ്ടേ? അതുതന്നെയാണ് ജയരാജൻ ഇവിടെ പറഞ്ഞതെന്നും സതീശൻ തന്നെ പരിഹസിച്ചു. BJPക്ക് കേരളത്തിൽ ഇല്ലാത്ത ഇടം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ശ്രമം അത് CPM തന്നെ എടുത്ത് നടത്തുന്നു. അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ഭാരതരിയുമായി ഇറങ്ങിയ സമയത്ത് അല്പത്തരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇതേ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ റൈസ് കൊടുക്കുന്നു. അത് അല്പത്തരമല്ലേ എന്നുള്ളതൊരു ചോദ്യം, ഒരു സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. നേരത്തെ കൊടുക്കേണ്ട 10 കിലോ അരി 5 കിലോ ആക്കിയാണ് റൈസ് എന്ന പേരിൽ ഇപ്പോൾ കൊടുക്കുന്നത്. ജനങ്ങളെ ശരിക്കു പറഞ്ഞാൽ വിഡ്ഢികളാക്കുകയാണ്, അവരെയൊക്കെ തന്നെ പറ്റിക്കുകയാണ്. അതിനെ വിശേഷിപ്പിക്കാൻ അല്പത്തരം എന്ന വാക്കിനേക്കാൾ കുറഞ്ഞത് താൻ വേറെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുവെന്നും സതീശൻ തന്നെ പറഞ്ഞു. നേരത്തെ തന്നെ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി കിട്ടുന്നുണ്ടായിരുന്നു. അന്ന് ജയ, മട്ട, കുറുവ അരി ഇഷ്ടാനുസരണം വാങ്ങാനുള്ളൊരു സംവിധാനമുണ്ട്. ആ 10 കിലോയിൽ അത് പരിമിതപ്പെടുത്തി 5 കിലോ ആക്കിയാണ് ഇപ്പോൾ നൽകുന്നത്. ഇനി ബാക്കി 5 കിലോയുടെ കാര്യം
ആലോചിക്കാമെന്നാണ് വകുപ്പ് മന്ത്രി പോലും പറയുന്നത്. അപ്പോൾ കെ റൈസിൻ്റെ പേരിൽ കൂടുതൽ അരിയല്ല നൽകുന്നത്. കെ റൈസ് ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഒരിടത്തും അരിയില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവർ ആകുകയാണ്. അങ്ങനെ അവരെ മണ്ടന്മാരാക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് മുഖ്യമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും ഏറ്റവും ഒടുവിൽ സതീശൻ വെച്ച് പുലർത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.